ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നോമ്പ് തുറയ്ക്ക് സമൂസയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു സിറ്റ്സിൻ്റെ ഒരു സമൂസ ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷീറ്റ് തന്നെയാണ് ഈ ഒരു സിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമൂസ ഷീറ്റിൽ ഈ സമൂസയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം തന്നെ നമുക്ക് കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ബീഫ് സമൂസയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബീഫ് ഇങ്ങനെ ഉടയ്ക്കണതും പിടിക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ബീഫ് കറിയിൽ നിന്ന് എടുത്തതാണ് ഇത്. എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും അരിഞ്ഞ് നിങ്ങൾ വെച്ചത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ വീഡിയോ വേഗം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വിസ്തരിച്ച് കാണിക്കാത്തത്, മനസ്സിലാകുമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് നമുക്ക് ഈ ഒരു മസാലയൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയല്ല, ഇത് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളെന്തായാലും ഓയിലാണുള്ളത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഈ ഒരു 2 സവാളയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പച്ചമുളകും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, നമ്മൾ എണ്ണയിൽ പൊരിക്കേണ്ടതാണല്ലോ. അതിനാൽ തന്നെ ഈ ഒരു രീതിക്ക് മതി. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. ഈ ഒരു സമൂസ ഞാൻ എന്താ പറയുക, നമ്മൾ എപ്പോഴാണല്ലോ ഞാനിത് ആദ്യത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടി ഞാൻ പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പ്രയാസമാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത്. പിന്നീടാണ് കേട്ടോ മനസ്സിലായത് ഇത് എളുപ്പ പണിയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സമൂസ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പണിയുണ്ടെന്നൊക്കെ വിചാരിക്കും. ചെയ്ത് നോക്കിയപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒരു കൂട്ടിലേക്ക് ഞാൻ ഇവിടെ റെഡിയാക്കി ക്രഷൊക്കെ ചെയ്ത് വെച്ച ആ ഒരു ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ചാണ് ചേർത്തുന്നത്, ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ ഫ്ലോപ്പായി പോയാലും അത്രയല്ലേ പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം ഒരു 8-9 എണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള മസാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഒട്ടിക്കാനുള്ള ഒരു മാവും കൂടി റെഡിയാക്കുന്നുണ്ട്. കുറച്ച് 2 സ്പൂണ് മൈദമാവ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് ആക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കമൻസ് അറിയിക്കുന്നുണ്ട് അവർക്കൊക്കെ എനിക്ക് സ്ഥിരം കമൻസ് അറിയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദമാവ് ഈ ഒരു രീതിക്കാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സമൂസ നമ്മളിവിടെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു, ഇക്കാക്ക് പിന്നെ ഇത് നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാനും സഹായിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കുകയാണ്. പക്ഷെ ഞാൻ ചെയ്തത് അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇക്ക നല്ല രീതിക്ക് തന്നെ അവിടെ സമൂസ മടക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പണി ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കാനൊക്കെ കൂടെ, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഈ മൈദാമാവ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഒട്ടി നിൽക്കാനായിട്ട്. പിന്നെ ഈ സമൂസ ഷീറ്റ് വേഗം നമ്മൾ ഒരുപാട് നേരം വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഗ്രഭാഗമൊക്കെ കീറി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സമൂസ ഫില്ലിങ്ങൊക്കെ ആക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോരോ സമൂസയായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുണ്ടുള്ള പാത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യം 3 എണ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഒത്തിരി എന്താ പറയുക, ഒരു
അതിൽ തികയാത്ത പോലെ തോന്നിയിട്ടാ. എന്നാലും കുഴപ്പമില്ല. പിന്നീട് ഞാൻ 2 വെച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് കാണുമ്പോൾ ഒരു അതേപോലെ തോന്നും. പക്ഷെ ഞാനിത് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് മൊരിയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇതാ നമ്മൾ 3 റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ളതും കൂടി അതിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്കിലെത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയില്ലേ? ഞാൻ തന്നെ വിചാരിച്ചില്ല ഇത്രയ്ക്കും നന്നായി കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.